അപ്പോൾ പൂജ പറയാണ്, പൂജയും മറ്റേ അൻസിബിയും തമ്മിൽ പുതിയ കോംബോ ഇറങ്ങിയിട്ടുണ്ട്, പൂബ പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ചുണ്ട്. പക്ഷെ ഋഷിന് ഒരിക്കലും ആ കോംബോയിൽ ചേർക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എന്താണ്, പൂജ ഋഷി അൻസിബ പൂബ, അതിൻ്റെ നടക്ക് ഋഷി കയറി. പോട്ടെ എപ്പിസോഡിൽ ലൈവിൽ കാണിച്ചു ഇതോ. എനിക്ക് ചേട്ടൻ എന്ത് പറയുന്ന കാര്യവും എനിക്കിഷ്ടമാണ്. ചേട്ടൻ ചേച്ചിയെ ഒഴിവാക്ക്, പോടുത്. റെഡിയാ ചേട്ടൻ റെഡിയാണെങ്കിൽ പറയൂ, എനിക്ക് വീട്ടിൽ പറയണം. ഈ കസേര നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്ന് സാറ്റർഡേ എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ യൂഷ്വൽ വീഡിയോ, സാറ്റർഡേ എപ്പിസോഡ് പ്ലസ് ഇന്ന് ലൈവ്. ഇന്ന് ഞാൻ കുറച്ച് കൂടുതലായിട്ട് സാധാരണത്തേക്കാൾ കൂടുതൽ കണ്ട ദിവസമാണ്. പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഞാൻ സാധാരണ എൻ്റെ കാര്യങ്ങൾ പറയാനുള്ള സംഭവങ്ങളൊക്കെ എപ്പിസോഡ് കണ്ടതിന് ശേഷം ഒരു ബുക്കിൽ എഴുതി വെക്കാറുണ്ട്. അത് കണ്ട് പഠിച്ചിട്ട് തോന്നുന്നു ഒരു കുട്ടി ബുക്ക് കൊണ്ട് ഞാൻ നോക്കുമ്പോൾ എന്താ പറയുക, വീഡിയോ ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിക്കാണല്ലോ. ആർട്ടിസ്റ്റ് ആണല്ലോ, അപ്പോൾ നമ്മൾ ടെക്നീഷ്യനും കൂടിയാണ്. നമ്മൾ ആർട്ടിസ്റ്റ് മാത്രമല്ല, ടെക്നീഷ്യനാണല്ലോ. നമ്മൾ ഈ പരിപാടിയൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ, ഞാൻ AC ഒക്കെ ഇട്ടൊക്കെ റെഡി ആക്കിയിട്ട് കഴിഞ്ഞാൽ തമ്പുരാട്ടിനെ ഞാൻ ക്ഷണിക്കും. വരും മറ്റേ നാഗവല്ലി മനോമണിയൻ്റെ മറ്റേ വിളിക്കുന്നവർ വിളിച്ചു വരുത്തിട്ടോ. അപ്പം ഉണ്ട് ഇന്ന് മറ്റേ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്കൂൾ കുട്ടികളെ വരി ഇന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പം ബുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോവല്ലേ, ഓടിപ്പോകണം എടുത്തത്. അപ്പം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം വെച്ചാൽ ഭഗവാൻ ഇത് ഇനി സ്കൂളിൽ കെറ്റ പോകണം 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൻ്റെ ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പൊ ഞാന് അതുകൊണ്ടല്ല മതി, കുട്ടിയുടെ എന്നൊരു ബുക്കിൽ കുറെ എഴുതി വെക്കും കേട്ടോ, നിങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം. അപ്പൊ എന്നിട്ട് അത് നോക്കിയിട്ട് ഭയങ്കരമായിട്ട് പറയാം. അപ്പൊ ഞാൻ വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും വേറെ വേറെ കാണുക എപ്പിസോഡൊക്കെ, കാരണം ഒരുമിച്ച് കാണാനൊന്നും പറ്റാറില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഈ സമയത്ത്, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എനിക്ക് കണ്ടപ്പോ ഞാൻ എനിക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എഴുതി വെച്ച് മറക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ അത് കൊണ്ടുവന്നപ്പോ എന്താ സംഭവിച്ച, ആദ്യത്തെ സെന്റൻസ് വെച്ച് നോക്കൊന്നും വായിക്കാൻ മനസ്സിലാവണില്ല. എന്തൊക്കെ നീ എന്റെ അത് വേണ്ട എന്തൊക്കെ എഴുതി വെച്ചിട്ട് ഇത് ഞാൻ പിന്നെയും പോണു ക്യാമറ വായിക്കാനില്ല കേട്ടോ. ഞാൻ കുറെ നേരത്തെ എഴുതി വെച്ച് അതൊക്കെ ആയിട്ട് കുറേ കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ വീഡിയോ ചെയ്യണം. പക്ഷെ എപ്പിസോഡൊക്കെ കഴിഞ്ഞ് ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് ചെയ്യണത്. ഇപ്പൊ നോക്കിയപ്പോണ്ടല്ലോ ഒക്കെ ഓരോരോ വാക്കുകൾ, ഇത് എന്താന്ന് മനസ്സിലാവണില്ല. അപ്പൊ എന്നിട്ട് പറയണേ എന്നാ ശരി പോട്ടെ, ഞാൻ കുട്ടേട്ടൻ്റെ നോക്കിക്കോളാം. പക്ഷെ ഇപ്പോൾ ആദ്യം എഴുതി വെച്ചിട്ടുള്ളത് എന്തോ ഒരു ഭയങ്കര കോഡ് ഭാഷ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ സംഗതി അറിയോ, ഈ ജബ്രി, അതായത് ഗബ്രിയും ജാസ്മിനും കൂടി ബെഡ് കിടന്നിട്ട് എന്തോ ഒരു കോഡ് ഭാഷ കാണിച്ചു. ഞാൻ ആ കോഡ് ഭാഷ പ്ലേ ചെയ്യണ്ട, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, എപ്പിസോഡ് കണ്ടവർക്ക് അറിയാലല്ലേ. നമ്മളെ കോഡ് ഭാഷ കട്ട് ചെയ്യാൻ എന്തോ ഒന്ന് കാണിച്ചു. ഓക്കെ, ഞങ്ങൾ ഫസ്റ്റ് ഞാൻ പറയുമ്പോൾ ഞങ്ങൾ ഇന്ന് ഏകദേശം കുറച്ച് 40,000 സബ്സ്ക്രൈബേഴ്സിന് അടുത്തെത്തി. ഈ കോഡ് ഭാഷ ഡീകോഡ് ചെയ്യുന്നവർക്ക്, ഡീകോഡ് ചെയ്തുള്ള ഏറ്റവും നല്ല കമൻറ്റിന് ഞങ്ങൾ കൈയടിക്കുന്നതായിരിക്കും. അത്ര ഇപ്പം നിർവാഹമുള്ളൂ. ഇപ്പോൾ ഗിവ് ഒക്കെ ഞങ്ങൾ കൊടുക്കാം, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഗിവ് കൊടുക്കുക. ഇപ്രാവശ്യം കുറച്ച് ഒരു 50,000 അടിക്കുന്ന വെച്ചിട്ടുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിൽ എന്തെങ്കിലും നല്ല കമൻറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തമാശ. ഇന്ന് എനിക്ക് കുറച്ച് വിഷമമുണ്ട് കേട്ടോ. ഇന്ന് കഴിഞ്ഞാൽ നാളെ നമ്മൾ ആ ഒരു വീഡിയോ കൂടി കഴിഞ്ഞാൽ ഞാൻ വരും, ഞാൻ രാത്രി ചെയ്യുന്ന ആ ഒരു വീഡിയോ കൂടി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ വീഡിയോ ഇല്ലല്ലോ. അപ്പം അതിൽ എനിക്ക് ബിഗ് ബോസ് കഴിയണേന്നല്ല സങ്കടം. എനിക്ക് കുറേ പേര് കമന്റ് ഒക്കെ സ്ഥിരമായിട്ട് എഴുതുന്നവരൊക്കെ ഇല്ലേ, അവരൊക്കെ മറന്നു പോകുന്നു. സീരിയസ് ആയിട്ട്. കാരണം കഴിഞ്ഞ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഈ റോബിന്റെ ഒക്കെ വിഷയം നമ്മൾ ചെയ്തിരുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് വലിയൊരു കൂട്ടം ഉണ്ടായിരുന്നു അല്ലേ. പിന്നെ നമ്മൾ അത് തിരിച്ചു പറഞ്ഞോട് കൂടി അവരൊക്കെ തിരിച്ചു പറഞ്ഞാൽ ഒരു എന്തോ ഒരു സാഹചര്യത്തിൽ അല്ലേ നമ്മളെ അഭിപ്രായം സത്യം പറഞ്ഞപ്പോ മാറിപ്പോയി. ആ പറഞ്ഞവര് മുഴുവൻ അല്ല, ഇതിപ്പോ അങ്ങനെയല്ല. ഇപ്രാവശ്യത്തെ സീസണിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളും ആരുടെയും പുറകെ പോയിട്ടില്ല, ആരെ കുറിച്ചിട്ടും ഓവറായി പറഞ്ഞിട്ടില്ല. നമ്മളുടെ കാണുന്ന ആൾക്കാരെല്ലാവരും നല്ല രീതിയിൽ ഇതേപോലെ കണ്ടിട്ട് നമ്മുടെ അതേപോലെ ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ അതേ അഭിപ്രായമുള്ള ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ എന്താണ് ഇന്നത്തെ ചോദ്യം? ഇതാണ്, എന്താണ് ഗബ്രി കാണിച്ചിട്ടുള്ള കോഡ്? അതിന് മറുപടി ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് എന്തോ ഒരു കോഡ്, അതായത് ഗബ്രി കാണിച്ച കോഡ് ഇതാണ്. ഇത് ചിലപ്പോൾ ഒരു ആവാം, അറിയില്ല നമുക്ക്. അല്ലെങ്കിൽ മൂത്രമൊഴിക്കാൻ പോകണമെങ്കിൽ ഇങ്ങനെ കാണിക്കുക അല്ലേ, അതാണെന്ന് അറിയില്ല. എന്താണെങ്കിലും ഒന്ന് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഒന്ന് മൂപ്പർക്ക് വേണം. അത് വേണമെന്നാണോ തരാമെന്നാണോ എന്താ സംഭവം എന്നറിയില്ല. ഒന്നിൻ്റെ ഒരു വിഷയം, ആ ആ ഒന്ന് എന്താണെന്നുള്ളത് പറയുന്നവർക്ക് നമ്മളവിടെ ഒന്നും തരുന്നില്ല. പക്ഷേ ജാസ്മിൻ പകരമായിട്ട് എന്തോ പെണ്ണിങ്ങനെ, എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ ഈ കിടിക്ക് നാക്കുന്ന പെണ്ണില്ലേ, അത് ഇങ്ങനെ വെച്ചിട്ട് എന്തോ കാണിക്കാനായിട്ട് തോന്നി അല്ലേ, അങ്ങനെ എന്തോ ഒരു ആക്ഷൻ. അപ്പോൾ ഈ ആക്ഷൻ എന്താണെന്നുള്ളത് പറയുന്നത് പിന്നെയും ചോദിക്കുന്നുണ്ട്. പക്ഷേ ജാസ്മിൻ അത് പിന്നെയും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലായിട്ടും മനസ്സിലാവാതെ അഭിനയിക്കുക എന്നുള്ളത് ലാസ്റ്റ് മനസ്സിലായി. കാരണം വെച്ചാൽ എല്ലാം കഴിയുന്നതോടുകൂടി മുഖം പൊത്തി ഇരുന്ന്
മുഖം പൊത്തിയിരുന്ന് ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ജാസ്മിൻ ഉണ്ടായി അല്ലേ ഇത്. അതെ. അപ്പോൾ അതാണ് കോഡ് ഭാഷ. അറിയുന്നവർ കമൻറ്റ് ചെയ്യട്ടെ. ഏറ്റവും നല്ല കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. ഓക്കെ. പിന്നെ നമ്മൾ ജോറാണ് ജോറയും ഇന്ത്യയില് നോറ എൻട്രി ഒന്നും ഇല്ല. ഞാനൊന്നും കണ്ടില്ല ഇത്. നമ്മള് സെയ്തലവി സെയ്തലവിയോ അയ്യയ്യേ ഇത് വായിക്കാൻ തന്നെ പറ്റില്ല. ഇത് അത് അടയ്ക്കൂ. എനിക്കെൻ്റെ കോൺസെൻട്രേഷൻ പോടും. നീ എവിടേക്ക് പോണേ? ഫ്രെയിമിൽ വാ. ഇവിടെ ഈ വല്ലാതെ ഫ്രെയിം ഔട്ട് ആവും. ഈ ചുമക്കുണ്ടോ? ഇതൊന്നുമില്ല. എനിക്ക് ഓരോ മാനസികമായിട്ട് തോന്നുന്നു. ഇത് ഇവൾക്ക് ഇങ്ങനെയാണ് ക്യാമറ. ഇപ്പോഴും എന്താ അറിയില്ല, 10-60 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇതിന് ഇപ്പോഴും ക്യാമറ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു ഇതാണ്. ഓക്കെ. നോറയുടെ എൻട്രിയിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള വെച്ചാൽ ജാൻമണി ഉള്ളിലായിരുന്നു. അപ്പൊ അതിന് ജാൻമണി തെറ്റിരിക്കുക എന്നൊക്കെ രീതിയിൽ. പക്ഷെ നോറ നല്ല പോസിറ്റീവ് ആയിട്ടാണ് വന്നത്. നല്ല അടിപൊളിയായിട്ട് ആ കുട്ടി വന്നു. നല്ല ആക്റ്റീവ് ആയിരുന്നു. ആ ഗെയിം കഴിഞ്ഞു എന്ന് മനസ്സിലായ പോലെ ആയിരുന്നു എല്ലാവരോടും പെരുമാറിയത്. പിന്നെ നല്ലൊരു ആക്റ്റീവായിട്ട് കാണാൻ തന്നെ ഒരു രസമായിരുന്നു കേട്ടോ നോറയുടെ എൻട്രി. നോറ സംസാരിച്ചതും നോറ എല്ലാവരോടും ഇന്ററാക്ട് കംപ്ലീറ്റ് ഡിഫറെന്റ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 3 വന്നു. ബ്രദേഴ്സും സിസ്റ്ററും. എങ്ങനെയാ എനിക്കല്ല സിജോനെ എനിക്ക് ഞാൻ പറയട്ടെ. സിജോനെ എനിക്കുണ്ടല്ലോ ഇന്ന് കണ്ട അതേ സിജോൻ ഇത് കാണുമെന്നറിയില്ല ഇത്. പക്ഷെ സിജോൻ എനിക്ക് വേറെ തന്നെ ഒരു ഇഷ്ടമായിരുന്നു. എനിക്കിത് സിജോ പറഞ്ഞ ആള് ഔട്ടായപ്പോ ഭയങ്കര വിഷമായിരുന്നു. പക്ഷെ ഇന്ന് സിജോ കാണിച്ചൊരു ആക്ട് അല്ലായിരുന്നു എന്റെ മനസ്സിലുള്ള സിജോ. സിജോ ഒരു നെഗറ്റീവായിട്ട് കാണിച്ചു ഇന്ന്. എന്തിനാ അങ്ങനെ ചെയ്ത്? സായിനിയും നന്ദനീനൊക്കെ എനിക്ക് ആ ഒരു അതേപോലെ തന്നെ അതേപോലെ അവര് അന്നുണ്ടായ അതേപോലെ സിജോനെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ടും ഈ ഔട്ടായപ്പോഴും വിഷമായി. ഞങ്ങളുടെ വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ സിജോ വന്ന സമയത്ത് നമ്മൾ ഒരുപാട് പ്രതീക്ഷയിൽ ഭയങ്കര നന്നായിട്ട് വീഡിയോസ് ചെയ്ത ഒരാളാണ് സിജോ. എന്ത് പറ്റിയെന്നുള്ള വീഡിയോസ് ചെയ്തല്ല എന്തേ സിജു നല്ല വീഡിയോസ് ചെയ്ത ആളാണ്. സിജോനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മാത്രല്ല എനിക്ക് സിജോനെ ഇപ്പൊ ഇത് കാണുമോ അറിയില്ല. പക്ഷെ എന്നാലും ഞാൻ നല്ല ഇഷ്ടമായിരുന്നു പറയണേക്കു. സിജോനെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു വെച്ചാല് നല്ലൊരു പാവം ഒരു നല്ല കുറെ അനുഭവിച്ചിട്ട് നല്ല രീതിയിൽ കളിക്കാൻ വന്ന ഒരാള് എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ ആ സിജോ അല്ലായിരുന്നു കേട്ടോ ഇന്ന് വീടിന്റെ ഉള്ളില് ആകെ ഇങ്ങോട്ട് മാറി. എനിക്ക് മനസ്സിലായ സംഭവം പറഞ്ഞോ. സിജോ സ്വയം വിന്നറായി. ഓനാണ് അതിന്റെ ബിഗ് ബോസ് സീസൺ 6 ജയിച്ചു എന്ന് മൂപ്പര് എവിടെയോ വിചാരിച്ചിട്ടുണ്ട്. സീസൺ എനിക്ക് വിന്നർ ആവാൻ പറ്റാത്ത ഫൈനൽ 5 വരാൻ പറ്റാത്തതിന്റെ ഒരു ഇതുണ്ട്. അപ്സരക്കുണ്ട്, സിജോക്കുണ്ട്, പിന്നെ ആർക്കുള്ള സിജോന്റെ കേസിൽ അപ്സരക്കുണ്ട്. എനിക്ക് അതിലേറെ കൂടുതൽ സിജോന്റെ കേസിൽ ഫീൽ ചെയ്യുന്ന വെച്ചാൽ സിജോ എന്തോ ഒരു സംഭവം ആണെന്ന് മൂപ്പര് സ്വയം വിചാരിക്കുന്നുണ്ട്. പിന്നെ ഓനെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാരും ഈ ചങ്ങായിനനുസരിച്ച് വെക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതില് മാത്രം ആണ് തോന്നി. കാരണം എന്താ വെച്ചാൽ സിജോ അർജുനോട് പറഞ്ഞിട്ട് എവിടെയോ എനിക്ക് കാലിടറി എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഈ ചങ്ങായിക്കും വേണ്ടിയിട്ടാണ് കപ്പ് അവിടെ ഫാക്ടറിയിൽ ഉണ്ടാക്കി പേരടിച്ച് വന്നതെന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇന്നത്തെ ദിവസം അവിടെ നിന്ന് ഔട്ട് അവിടെ വരെ സിജോ നല്ലൊരു രീതിയിലാണ് പോയിരുന്നത്. പക്ഷെ അപ്പോഴും ചില സമയങ്ങളിൽ പുറത്തേക്ക് അതെനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല കേട്ടോ. ആ നന്ദനയോടുള്ള പക്ഷെ പിന്നെ അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അതൊക്കെ അത് അങ്ങനെ വിചാരിച്ചു. എന്നാലും സിജോനോട് എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ആ ബീൻ ബാഗും കൊണ്ടിട്ടുള്ള നടത്തും വന്നിട്ട് എന്തിനാ അഭിഷേക് നല്ല കഷ്ടപ്പെട്ട് ടാസ്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാരും ഒരേ ടൈപ്പിൽ ഗെയിം കളിക്കണം എന്നില്ലല്ലോ. മൈൻഡ് ഗെയിം കളിക്കണമെന്നില്ല. ഒരു പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാനും മറ്റു പ്രസിഡന്റായിട്ട് അതിന്റെ നടുക്കൊരു സെക്രട്ടറിനെ കൊണ്ടിരുത്തിയിട്ട് പ്ലാനിങ് നടത്തി ആ കോലായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും അതേമാതിരി കളിച്ചോളന്നില്ലല്ലോ. എന്നിട്ട് അവൻ നല്ല രസം ഈ അഭിഷേകിനെ മഞ്ഞ ബാഗിന്റെ പേരിൽ ഈ വർത്താനം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവൻ ആ ബാത്റൂമിന്റെ ഉള്ളിൽ ചെന്നിട്ട് ആ ശ്രീധുവിനാകെ തല തിരിഞ്ഞിരിക്കുന്നു. ശരണ്യക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിലും ശരണ്യ തല മുകളുണ്ട്. കാരണം അർജുനോട് പറഞ്ഞൊരു വർത്താനുണ്ട്, അകത്തുള്ളവർ പുറത്തുള്ളവർ അകത്തുള്ളവർ വിചാരിച്ചിരുന്നെങ്കിൽ സെന്റൻസ് കംപ്ലീറ്റ് എടുക്കാറില്ല. പക്ഷെ സംഗതി ഞാൻ വേർഡ്സ് ഞാൻ പറഞ്ഞുതരാം. അകത്തുള്ളവർ പുറത്തുള്ളവർ അകത്തുള്ളവർ, പിന്നെന്താണ് വളച്ചൊടിക്കൽ, അങ്ങനെ കുറച്ച് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് എന്തോ വലിയ കാര്യം ചങ്ങായി പറഞ്ഞു കേട്ടു. മനസ്സിലായില്ല. നമ്മൾ പിന്നെ ഈ പോളിടെക്നിക്കലൊന്നും പഠിക്കാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലായില്ല. പറഞ്ഞത് അർജുനോടാണെങ്കിൽ മനസ്സിലായി തോന്നുന്നുണ്ട്. ശ്രീധുവിന് എന്തായാലും മനസ്സിലായില്ല എന്നുള്ള ശ്രീധു അവിടെ തുറന്ന് സമ്മതിച്ചു. ശരണ്യക്ക് പിന്നെ ഒക്കെ മനസ്സിലായി. പോയിട്ട് അഭിഷേകിനെ കളിയാക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നില്ല. കാരണം അഭിഷേക് അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഫിനാലയിൽ എത്തിയത്. വോട്ട് മാത്രമല്ല, വോട്ട് അഭിഷേകിന് വരുന്നുണ്ടെന്നുള്ളത് വേറെ സത്യം. ആൾക്കാർക്ക് ഇഷ്ടമാണ്, അത് ആൾക്കാരുടെ ഇഷ്ടമാണ്. അഭിഷേക് ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ വെറുതെ ഇരിക്കും നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് ആൾക്കാർക്ക് ഇഷ്ടം. അത് ആൾക്കാരെയാണ് സത്യത്തിൽ കളിയാക്കുന്നത് സിജോയുടെ.
യെസ് അല്ലേ? അത് ഭയങ്കര പോയിന്റ് ആണല്ലോ. അല്ലേ? അല്ലാതെ അഭിഷേകിനെ അല്ല, അത് ജനങ്ങളെയാണ്. അല്ലേ? ഭയങ്കര പോയിന്റ് ആയില്ല അത്. ഭയങ്കര പോയിന്റ്. ശരിക്കും ആൾക്കാരാണ് സിജോ കളിയാക്കിയത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വേറൊരു കാര്യം, ഇതും ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ലാസ്റ്റ് നിർത്തി വെച്ചു നമ്മളെ അർജുനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ലാസ്റ്റ് കെട്ടിപ്പിടിച്ചിട്ട് എപ്പിസോഡിൽ അത് കാണിച്ചില്ല കേട്ടോ. ആൾക്കാർക്ക് അറിയണം നീ തമ്മിലുള്ള ബന്ധം, എന്താ ബന്ധം പറയാന്ന് പറഞ്ഞിട്ട് പറയുന്നത്, നീ എന്റെ ബ്രദർ ആണെന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നത്. അതും പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ്. അത് കഴിഞ്ഞു പിന്നെ സായി എല്ലാവരോടും കെട്ടിപ്പിടിച്ച് ഇതാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അടുത്ത സംഗതി പറയാനുള്ളത് ജാസ്മിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ജാസ്മിന് സായിനെ ഭയങ്കര അമർത്തിയൊരു കെട്ടിപ്പിടിക്കലുണ്ടായി. അങ്ങനെയല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതല്ല മനസ്സിലായി. സംഗതി എന്താ വെച്ചാൽ ആ കെട്ടിപ്പിടുത്തത്തിന്റെ പരിപാടി എന്താണെന്നറിയോ? ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അതിൽ ഓൾറെഡി കുറച്ച് ആൾക്കാർ ചെയ്ത് കണ്ടിട്ടുണ്ടാവും. ഈ സായിയും ജാസ്മിൻ്റെ ബാപ്പയും കൂടി നിൽക്കണതിൽ നടുക്ക് ഗബ്രി ഇരിക്കുന്നത്. അതായത് അങ്ങനെ ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഒപ്പം വരും. ഇതിന്റെ പുറകിലെ ഒരു സത്യം ഞാൻ സ്വന്തം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയും. ഫോട്ടോഷോപ്പ് ചെയ്തോ? അല്ല, ജാസ്മിൻ സായിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടുപിടിച്ചല്ലേ? വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാനതാരും പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് സായിനെ ജാസ്മിൻ നല്ല രീതിയിൽ കെട്ടിപ്പിടിച്ചു. അപ്പൊ ഡൗട്ടായി, സായിനോട് അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല ജാസ്മിന്. സായി വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. ക്യാഷ് എടുത്ത് പോയപ്പോഴും ദേഷ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ സ്നേഹം തോന്നാൻ കാരണം എന്താവും അറിയോ? ഗബ്രി ഒരു സൂചന കൊടുത്തിട്ടുണ്ടാവും, സായി അങ്ങനെയൊന്നല്ല, സായി നമുക്ക് സപ്പോർട്ടാണ്, സായിന് അച്ഛൻ പറഞ്ഞിട്ടാണ് ചിലപ്പോൾ സായി ഇവിടെ വന്ന് പറഞ്ഞത് എന്ന് വരെ സൂചന കൊടുത്തിട്ടുണ്ടാവും. സായി നെഗറ്റീവ് അല്ല പോസിറ്റീവ് ആണെന്നുള്ള കാര്യം 100% ഗബ്രി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ ഗബ്രി ജാസ്മിന്റെ അച്ഛനും തമ്മിലുള്ള ഈ ബന്ധത്തിനും കാരണം മിക്കവാറും സായിയാവും. സായിയാണ് എനിക്ക് തോന്നിയതാട്ടോ. തിരുത്തല്ല, ഓനാണെങ്കിലും വലിയ കുഴപ്പമില്ല, നല്ല കാര്യമല്ലോ ഇത്. അടിപിടി കൂടുന്ന ആൾക്കാർ ഇതാക്കുന്നൊക്കെ നല്ല കാര്യം. പക്ഷെ ആ ബാപ്പാന്റെ കേസ് ഞാൻ വേറെ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇപ്പോഴില്ലാതെ. കാരണം വെച്ചൊക്കെ കുറച്ച് പറയാണ്ട് ആ ബാപ്പാന്റെ സ്ഥിതി. അല്ലാണ്ട് എന്താ പോലെ ചെയ്യാലേ, മകളല്ലേ. അപ്പൊ ആ ഒരു കെട്ടിപ്പിടുത്തം ഒക്കെ മനസ്സിലായി എന്നുള്ള കണ്ടീഷനിൽ പുള്ളി പറഞ്ഞാണ് കറക്റ്റ്. പിന്നെ തോന്നുന്നു അല്ലേ, പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് മറ്റേ മമ്മൂക്കയും ശോഭനയും കൂടെ ഉള്ള സിനിമയിലുള്ള അതായത് മഴയത്ത് മുമ്പേലുള്ള പാട്ട്, എന്തിനു വേറൊരു സൂര്യോദയം. നല്ല പാട്ടാണ്. എനിക്ക് അതെ, നിന്റെ നോപുര മർമ്മരല്ല, എന്തിനു വേറൊരു സൂര്യോദയം. അതാണ് പാടി ഫസ്റ്റ് ഗബ്രി പാടിയതല്ലേ, നിന്റെ നോപുര മർമ്മരം. അതാണ് കേൾക്കാനായി. അത് സത്യത്തിൽ പാടുന്നില്ല അങ്ങനെ. പിന്നെ ഓൾറെഡി എനിക്ക് ഫാൻസിനെ കൊണ്ട് തട്ടി തടഞ്ഞ് നടക്കാൻ വയ്യ. ഇത് ആരൊക്കെയോ ചോദിക്കണു ഞാൻ ഒഴിവാക്കണ്ടോ എന്നൊക്കെ. ഒരു കമന്റ് ഇട്ടോ, ഞാൻ ചേച്ചിനെ ഒഴിവാക്കിക്കോളൂ. എന്റെ ചേച്ചി ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ നിന്നിട്ട് എന്റെ ചേച്ചിയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചെന്നിരിക്കുക. ആരൊരാള് ചോദിച്ചിട്ടുണ്ട്, അത് എവിടെ ഇത് കാര്യം സംസാരിച്ചോ? കാര്യം ഇവിടെ തന്നെ, അത് കുറച്ച് മുന്നെയാണ്. അത് പറയും ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പൊ ഞാൻ ഇതെന്താന്നാലും എടുത്ത് പൊക്കിക്കൊണ്ടുവരാം. കാരണം അങ്ങനത്തെ താഴെ അത് ഡിലീറ്റ് ചെയ്തു കേട്ടോ. ആ കമന്റ് പേര് ഡിലീറ്റ് ചെയ്തു. അത് പോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പറയും അതൊക്കെ കണ്ടോ, ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് പോട്ടെ, അത് നമുക്ക് സംസാരിക്കാം. പിന്നെ അത് പോട്ടെ, അത് പിന്നെ കാര്യം എന്താ സംഗതി ഒന്നുമില്ല. എന്നെ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ ആളുടെ എന്താത് ആക്രി സാധനം ഇവള് പറയണ ആക്രി വേണത്. ഇവള് പറയുന്നോടേ, കുട്ടേട്ട കഴിഞ്ഞ ദിവസം ഇവിടെ ഈ മറ്റേ ഹരിതകർമ്മസേന വന്നിട്ട് പോലും അവർക്ക് പോലും വേണ്ടാത്തൊരവസ്ഥയിൽ നിൽക്കണമെന്ന് ആരാണ് കുട്ടേട്ടനെ ഏറ്റെടുക്കാറുള്ളത് എന്നൊക്കെ ചോദിക്കാം. ഇത്ര വീട്ടിൽ സംസാരിക്കണം എന്താ ചെയ്യാ. പിന്നെ ഈ ആന്റിക് സാധനങ്ങളൊക്കെ ഇല്ലേ പഴയ, മറ്റേ വില മതിക്കാനാവത്തെ, അതൊക്കെ എടുക്കുന്ന ആൾക്കാരെ ഇത് വരണ്ട. ഈ പറഞ്ഞ ആക്രി വെറുക്കണവരല്ല. ഇന്ന ആർക്കോ വേണം, ആരാണെങ്കിലും ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID തന്നിട്ടുണ്ട്. ഇത് ഐഡിയ കേട്ടോ, ഇത് ശരിക്കും ഐഡിയ. സോറി, കുടുംബം കലക്കുന്നതിന് മുന്നേ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് ചാടാം. അപ്പം എന്താ പറഞ്ഞാൽ, അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പം ഇതെന്താ നമ്മൾ വേറൊരു കാര്യമാണല്ലോ പറഞ്ഞുകൊണ്ട് വന്നത്, നമ്മൾ ഇതൊന്നല്ല പറഞ്ഞു ഇത്. അപ്പം എൻ്റെ നൂപുര മർമ്മരം കേൾക്കാനായി വന്നു നീ, അല്ലെങ്കിൽ തിരിച്ച് ഞാൻ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ഗബ്രി പാടിയത് വളരെ മനോഹരമായി, ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. അങ്ങനെ നന്നായി പാടുന്നുണ്ട്. പക്ഷെ ഓൻ പാടുന്ന സമയത്ത് കിടക്കുന്ന തോട് ജാസ്മിൻ്റെ ആയതുകൊണ്ട് സിറ്റുവേഷൻ ഒക്കെ സിറ്റുവേഷൻ ആലോചിക്കുന്ന സമയത്ത് അത് അത്രയും ആ ഒരു ഫിലിമിൽ എങ്ങനെയാന്ന് വെച്ചാൽ
എനിക്ക് ആ പാട്ട് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. അവര് തമ്മിൽ പാടുന്നത് ചിന്തിക്കാൻ പറ്റില്ല. അതാണ് ഇന്ത്യൻ പ്രശ്നം. എനിക്ക് അത് ശോഭനയും മമ്മൂട്ടിയും ആ ക്യാരക്ടർ അവരുടെ ഇഷ്ടം അതിന്റെ ഇവര് രണ്ടാളെ ആ പാട്ട് എനിക്ക് സങ്കല്പിക്കാനേ പറ്റില്ല. എന്റെ പൊന്നാരം ഇത് നമ്മളെ തെറി പറയാനോ ആ പാട്ട് വെച്ച് രാത്രി കിടന്നുറങ്ങി സ്വപ്നം കാണാനുള്ള മുല്ലപ്പൂ ആർമികൾ പുറത്ത് കിടക്കുന്നുണ്ട്. അല്ല ഞാൻ പറയാലോ. അപ്പൊ സംഭവം എന്താ വെച്ചാല് അങ്ങനെ ഒരു പാട്ടുണ്ടായി. ഇത് കണ്ടിട്ട് റസ്മിന് കേട്ടത് ഇങ്ങനെ പിരി വെട്ടിട്ട് റസ്മി എന്താ പറഞ്ഞ മതിയടാ നിർത്തടാ എന്ന് പറഞ്ഞ് എണീറ്റ് പോയി. പക്ഷെ റസ്മിൻ അറിഞ്ഞോ പോയത് പുലിമടയ്ക്കാന്നുള്ളത്. റസ്മിൻ ഇവിടുത്തെ ഇവരുടെ രക്ഷപ്പെടാൻ വേണ്ടിട്ട് നല്ലത് പറഞ്ഞു കൊടുക്ക്. അവള് പറഞ്ഞു മതിയടാ നല്ലത് പറഞ്ഞു കൊടുക്കടാ എന്നും പറഞ്ഞിട്ടേ രസം കണ്ട മറ്റേ ബാലങ്കേ നായരെ പേടിച്ചിട്ട് KP ഉമ്മറിനെയും ബാലങ്കേ നായരെയും പേടിച്ചിട്ട് TG രവിന്റെ വീട്ടിലേക്ക് ഓടിക്കേറിയ അവസ്ഥയെന്ന് പറഞ്ഞ മാതിരി നേരെ ഓടിച്ചെന്നത് അപ്സരയുടെ അടുത്തേക്ക്. അപ്സര 2 ഡയലോഗ് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ അപ്സരയുടെ സ്ഥിരം ശൈലിയിൽ അപ്സര. പക്ഷെ അപ്സര പറഞ്ഞതിൽ വലിയൊരു പോയിന്റാണ്. അപ്സര എടുത്തിട്ട് അലക്കി. അല്ല എനിക്ക് സത്യം പറയട്ടെ കുറെ കാലത്തിന് ശേഷം അപ്സര പറഞ്ഞൊരു ഡയലോഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല കേട്ടോ, ലൈവിലാണ് കാണിച്ചത്. ഭാഷ നമ്മുടെ എല്ലാം പോട്ടെ വേറെന്താ. അപ്പൊ ഞാൻ അപ്സര പറഞ്ഞു എന്താ പറയാ നീ നിന്റെ കാര്യം അതിന് മുന്നേ പറഞ്ഞറിയോ ഡാഷ് മോൻ ഡാഷ് മോൻ എന്നൊക്കെ പറഞ്ഞ എന്താ പൂരിപ്പിക്കട്ടെ. ഗബ്രി ആ ഡാഷ് മോൻ എഴുതി വെച്ചോളൂ. ഗബ്രി ആ ഡാഷ്. അവൻ എന്താ ചെയ്യണെന്നൊക്കെ ചോദിച്ചു. 4 വട്ടം ഞങ്ങളൊക്കെ എല്ലാവരും ജോയിന്റ് ആവുമല്ലോ. ഇപ്പൊ എന്താ അറിയോ ബിഗ് ബോസിലുണ്ടായ ആൾക്കാർ കംപ്ലീറ്റ് ആണ് ജോയിന്റ് ആയിട്ട് പുറത്തുനിന്ന് പറയുന്ന ആൾക്കാർ നെഞ്ചത്തേക്ക് കയറാനുള്ള. എന്നിട്ട് റസ്മിൻ പറയാണ് ഗബ്രി ആ ഡാഷ് മോൻ എന്തായി ചെയ്യുന്ന അവളെ ചോദിക്കണ്ട്. കേൾക്കാൻ നിന്നിട്ടല്ലേ, കേൾക്കേണ്ട ആവശ്യം എന്താ, കേൾക്കാൻ നിന്നിട്ടല്ലേ കേൾക്കാൻ. അവസാനം അപ്സര അത് എപ്പിസോഡിൽ കാണിച്ചില്ല, ലൈവില് പറയുന്നുണ്ട് റസ്മിൻ ഞാനൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് ഈ കാര്യം കേൾക്കുക വേണ്ട, നിന്റെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നീ പറ, ഞാൻ നിന്റെ ഫ്രണ്ടാണ്. ആ പ്രശ്നം മറ്റുള്ളവരുടെ പ്രശ്നം പറഞ്ഞിട്ട് നീ പറയണോണ്ടൊന്നും തുറന്നത് നീ ഭയങ്കര ഓവറാ പറഞ്ഞു റസ്മിൻ. അല്ല അപ്സര അത് നല്ല അടിപൊളിയായിട്ട് അപ്സര പറഞ്ഞു. അപ്സര പറഞ്ഞു ഭയങ്കര ഇഷ്ടം. എല്ലാവരും പറയാൻ ഉദ്ദേശിച്ച കാര്യം ഒന്നത്. പിന്നെ ഗബ്രി പിന്നെ ജാസ്മിൻ ഇരുന്ന് കരയണം അല്ലേ. ഒക്കെ എന്തൊക്കെ വിഷമമുണ്ട്, എന്താ കരഞ്ഞ് തീർക്കണം. എല്ലാരും കരച്ചിലുണ്ടായിരുന്നു. ഇന്ന് ആരൊക്കെയൊക്കെയോ എന്തൊക്കെയൊക്കെയോ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഋഷിക്ക് എന്തോ ഋഷിയുടെ പ്രശ്നം എന്താ വെച്ചാല് ഈ സിജോ വന്നിട്ട് അൻസിബേനും ചേർത്തിട്ട് സിജോ ഒന്നും പാടില്ല അത്രയും നല്ലതിലാണ്. കാരണം സിജോ അർജുനെ ഉപദേശിക്കുന്ന സിജോ അവിടെ ചെന്ന് ഋഷിനെ തോണ്ടിയിട്ടുണ്ട്. ഋഷിനെ അൻസിബയുടെ റിലേറ്റഡ് ആയിട്ട് എന്തോ കാര്യം എന്തെങ്കിലും തോണ്ടി കണ്ടൊരു കമന്റ് ചെയ്യും കേട്ടോ. എനിക്കറിയില്ല എന്തോ ഒരു സംഗതി നമ്മൾ വിട്ടുപോയതാണ്. നമ്മൾ ലൈവ് ഒക്കെ കണ്ടിരുന്നു. അപ്പൊ എന്തോ പറഞ്ഞിട്ട് അവിടെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ചെയ്തു രസം ഈ ഇവൻ ഭയങ്കര സെൻസിറ്റീവ് അല്ലേ. ഋഷി ഭയങ്കര സെൻസിറ്റീവ് പാവം തോന്നുന്നു. പെങ്ങന്മാരുണ്ടാവില്ല ആളുള്ളൂ അതായിരിക്കില്ല അങ്ങനെ. പക്ഷെ എന്താണെങ്കിലും അൻസിബയുടെ ആ ടേക്ക് കെയറിങ്ങും രസമായില്ലേ. ചേച്ചി ക്യാരക്ടർ ഋഷിക്ക് ഒരു ഉമ്മ കൊടുക്കുന്ന സീൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറില്ലേ, അത് എന്തൊരു നല്ലൊരു വാത്സല്യം തോന്നും. അതെ ചേച്ചിമാരില്ലാത്ത കാര്യമല്ല വെച്ചാൽ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് എന്താണ് ഇപ്പോൾ ഇങ്ങനെ കേട്ടോ, അത് ഏത് നേരം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി എന്താ കാണിക്കുക. നിന്റെ മുഖം ഒന്ന് മാറിക്കഴിഞ്ഞാൽ അപ്പയ്ക്ക് ഇപ്പോൾ എന്താ എൻ്റെ മുഖം വാടിയാൽ പൊട്ടുന്നത്. അപ്പോൾ എന്തായി സംഭവം. പിന്നെ വേറെ സംഗതി ഉണ്ടായത്, അയ്യോ ഞാൻ അതിൻ്റെ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ പൊന്നു മക്കളെ. ഒരു ഞാൻ ചിരിച്ച് ഇല്ലാണ്ടായ ഒരു സംഭവം. അത് ഇന്ന് എപ്പിസോഡിൽ കാണിച്ചില്ല, പ്ലസ്സിലായിരിക്കും. അതായത് പൂജ ബെഡിൽ കിടക്കുക, സൈഡിൽ ഋഷി ഇരിക്കുക, അപ്പുറത്ത് അൻസിബി ഇരിക്കുന്നുണ്ട്. അപ്പോൾ കോമ്പോനെ കുറിച്ച് സംസാരിക്കുകയാണ്. പോലെ അങ്ങോട്ട് ആകുമ്പോഴേക്ക് ക്യാമറയിൽ നിന്ന് തന്നെ കാണണ്ടാവും. ഇത് അത് അറിയില്ല ഇതുവരെയായിട്ട്. അവിടേക്ക് നോക്ക്. അപ്പോൾ പൂജ പറയാണ്, പൂജയും മറ്റേ അൻസിബിയും തമ്മിൽ പുതിയ കോംബോ ഇറങ്ങിയിട്ടുണ്ട് പൂബ പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ചുണ്ട്. പക്ഷെ ഋഷിനെ ഒരിക്കലും ആ കോംബോയിൽ ചേർക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എന്താണ് പൂജ ഋഷി അൻസിബ പൂബ അതിൻ്റെ നടക്ക് ഋഷി കയറി പോട്ടെ എപ്പിസോഡിൽ ലൈവിൽ കാണിച്ചു. ഇതോ ഭയങ്കരമായിട്ട് ചിരിച്ചു. എന്താ ഈ പൂജേനെ അതുകൊണ്ട് അത്ര ആരും കോമ്പോല് കാരണം ചോള പൂ അയ്യോ ചിരിച്ചൊരു വഴിക്കറിയാലോ. അതിന്റെ ക്ലിപ്പ് ഉണ്ടല്ലോ. പിന്നെ വെറുതെ ക്ലിപ്പ് ഇട്ടിട്ട് നമ്മൾ കോപ്പി റൈറ്റ് അടിച്ചു വാങ്ങുന്നത് ഒന്നത്. അപ്പോൾ അതാണ് സംഭവം.
പിന്നെ വേറെ സംഭവം ഉണ്ട് കേട്ടോ, ഇവൻ കയറി വന്ന സായി കയറി വന്ന സമയത്ത് തന്നെ പറഞ്ഞു നമ്മൾ സെൽഫിഷാണ് പറഞ്ഞു. അത് ഋഷിക്കിട്ട് കൊത്തിയേറി. ഈ അവസാനത്തെ ദിവസം അതിൻ്റെ ഉള്ളിൽ നിന്ന് പറയേണ്ട കാര്യം രസം എന്താ വെച്ചാൽ ഇവരൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി തോണ്ടും, നാളെ പുറത്ത് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ അവിടെയും ഇവിടെ ഇരുന്നിട്ട് സെൽഫിയും പരിപാടിയും കാര്യങ്ങൾ ഇട്ടിട്ട് ബാക്കിയുള്ളവരെ നെഞ്ചത്തേക്ക് വരും. എന്നിട്ട് ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് ഒക്കെ കുറ്റക്കാര് ഇവരതിൻ്റെ ഉള്ളിൽ കാണിച്ചു തന്നൊരു വിഷയമല്ല. ഞാൻ പറയട്ടെ, അവരത് ഗെയിമായിട്ട് എടുത്തു, അവർ പുറത്തിറങ്ങുമ്പോൾ വിട്ടോളും. അതേപോലെ നമ്മുടെ യൂട്യൂബേഴ്സ് ആ സമയത്ത് ആ ഗെയിം പറഞ്ഞു അവര് വിട്ടു. അങ്ങനെ വിചാരിച്ചാൽ മതി, വിചാരിച്ചാൽ നമ്മളിത് കഴിഞ്ഞോട് കൂടി ഇതാക്കും. ഞങ്ങളെ വിട്ടു. പിന്നെ വേറെ സമയം ഇത് എനിക്കിതിൽ തീരെ മനസ്സിലാവാത്ത കാര്യം, ഒരു മുടി എന്തിനടി അങ്ങനത്തെ ഒരു കണ്ണടക്കിന് ചില്ലില്ലാത്ത കണ്ണട ഫുൾ ടൈം വെക്കില്ല. എന്നുള്ള കാര്യം പക്ഷെ ഒന്ന് ഞാൻ ശ്രദ്ധിച്ചപ്പോ ഇങ്ങനെ ഇരുന്ന് കരയുമ്പോ അതിനുള്ള കൂടി വരലിട്ട് ശീലമുണ്ടാവും അങ്ങനെ ശീലമുണ്ടാവും. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞാൽ സിജോ അർജുൻ ബാത്റൂമിന്റെ അവിടുന്ന് ശരണ്യനോട് പറഞ്ഞ കാര്യം. പിന്നെ എന്താ വെച്ചാൽ ജാസ്മിനും ഗബ്രിയും പറയുന്നുണ്ട് എന്ത് നേരിട്ടാലും അവർ ഒരുമിച്ച് നേരിടും, ഒരുമിച്ച് തന്നെ നേരിടേണ്ടി വരും. അല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല. എന്തോ അവരെന്തോ പിന്നെ ജാസ്മിനും ഗബ്രിയും സംസാരിക്കുന്ന കേട്ടാൽ തോന്നും ഈ അവരെ പറ്റി പറയുന്നവരൊക്കെ എന്തോ ഭയങ്കര തെറ്റ് ചെയ്ത പോലെ. അവരങ്ങനെ ആ കണ്ണോണ്ടേ കാണുള്ളൂടാന്നൊക്കെ പറയുന്നത്. അതായത് അതിന്റെ ഉള്ളിലുള്ള ആൾക്കാരും പ്രേക്ഷകരും, അതായത് കണ്ടസ്റ്റൻസിനെ പറയണത് അവർ ആ കണ്ണോണ്ടേ കാണുള്ളൂടാന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു ജാസ്മിൻ. അപ്പൊ എനിക്ക് മനസ്സിലാവണില്ല, ഇവര് കാണിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലേ, കാണുന്നവരുടെ കണ്ണിനാണ് കുഴപ്പം. കാണുന്നവരും നമ്മൾ പറയുന്നവരൊക്കെയാണ് നമ്മൾ ഏറ്റവും വലിയതാക്കുക. അപ്പോൾ അത് പോട്ടെ. അടുത്ത കേസ് പറയാനുള്ളത് എന്താ വെച്ചാൽ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും വിഷയം പറയാണ്ട് അവർ തമ്മിൽ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ മനസ്സിലാക്കി ഒന്നുകിൽ രണ്ട് ഓപ്ഷൻ ഞാൻ പറയാം. ഓക്കെ, ആ ഓപ്ഷനിൽ ഏതിലും നിങ്ങൾ വരലെത്തുണ്ട്. ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ അർജുൻ അതിൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഓക്കെ, അർജുന് സീരിയസ് ആയിട്ട് ശ്രീധുവിന് ഇഷ്ടമുണ്ടായിരുന്നു, എന്തോ ഇഷ്ടമുണ്ടായിരുന്നു, അവൻ ജെന്യൂൻ ആണ്. ഇത് ഒരു പോസിബിലിറ്റി. ശ്രീധു ഗെയിമിന് വേണ്ടി നിന്നു, ഗെയിം കഴിഞ്ഞതോടുകൂടി അവൾ മാറി, ഒരു പോസിബിൾ. അല്ലെങ്കിൽ അർജുനെ കുറിച്ച് പുറത്ത് നടക്കുന്ന അർജുൻ ജെനുവിനെല്ലാം തോന്നിയോണ്ട് അർജുൻ ജെനുവിനെല്ലാം തോന്നിയതുകൊണ്ട് പുറത്തുള്ള കാര്യങ്ങൾ അർജുൻ ശ്രീതുവിനെ അവിടെ ഇരുത്തി സംസാരിച്ചു കേട്ടോ. ഞാൻ നിന്നോട് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് 100% ജെനുവിൻ ആയിരുന്നു. ശ്രീതു കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കേക്ക് ഞാൻ പറയണ കേക്ക് എന്ന് പറഞ്ഞിട്ട് ശ്രീതുവിനെ ഇരുത്തി കേട്ടു. അപ്പൊ ശ്രീതു മറുപടി പറഞ്ഞാൽ അറിയോ, പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വർക്കിൽ എൻഗേജ്ഡ് ആയി പോവും എന്ന് പറഞ്ഞു. അപ്പൊ അർജുൻ പറയും എല്ലാരും ഒരേപോലെ അല്ല, കൊഞ്ച നാളായി ഇരിക്കും എന്ന് ഇപ്പം പറയും. എവിടെ വരെ കൊഞ്ച നാളായി ഇറുക്കി കഴിഞ്ഞപ്പോൾ കൊഞ്ച നാളായിട്ട് ഇറുക്കൽ കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ അല്ല പുറത്തിറങ്ങുന്ന സിറ്റുവേഷൻ നോക്കുമ്പോൾ ആൾ മാറി. ഇപ്പോൾ പറയും യു ആർ എ ഗുഡ് ഗേൾ എന്ന് ഞാൻ പറയില്ല, ഞാൻ നിന്നെ വുമൻ എന്ന് പറയുള്ളൂ. എന്തേലും പറയാറ്, ഞാൻ നീ എന്തേലും പറയാറില്ലേ ഒന്നത്. പിന്നെ ഏറ്റവും രസം എന്ന് വെച്ചാൽ ഇതൊക്കെ കഴിഞ്ഞ് ശ്രീധു ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് ജിൻഡോ, നമ്മുടെ ടെക്കിംഗ് ഫ്രീക്ക് നിഷാന, പിന്നെ അടുത്തത് നമ്മളെ ഇയാൾ ഉണ്ട രതീഷ്, ഇവര് മൂന്നാളും കൂടി സംസാരിക്കുന്നത് അർജുനെയും ശ്രീധുവിനെയും കുറിച്ചാണ്. അതിന് പറയുന്നത് 2 മൈനസ് കൂടിക്കഴിഞ്ഞാൽ പോസിറ്റീവ് ആവും. അതായത് രണ്ടെണ്ണത്തിനും പണി കിട്ടി, രണ്ടെണ്ണത്തിനും പണി കിട്ടി. രണ്ടുപേർക്കും മനസ്സിലാവും പിന്നെന്താ വെച്ചാൽ 2 നെഗറ്റീവ് ചേർന്നത് മറ്റേ പറഞ്ഞാണ് രതീഷ് പറഞ്ഞാണ് 2 നെഗറ്റീവ് ചേർന്ന് കഴിഞ്ഞാൽ നിനക്കത് പോസിറ്റീവ് ആവും, 2 നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നിനക്കത് പോസിറ്റീവ് ആവും. പിന്നെ ഗബ്രി വാഴ പൊട്ടിച്ചിറങ്ങിപ്പോയി. സ്വാഭാവികം. കാരണം വെച്ചാൽ നാളെ എന്തായാലും ജാൻമണി പറഞ്ഞാൽ വീട്ടിൽ പോകണമെന്നുണ്ട് വാഴ പൊട്ടിക്കണമെന്നുണ്ടെന്ന് നടക്കില്ലല്ലോ, വീട് പൊളിച്ചു പോകും. ആ വാഴയുടെ ഇലയും കൊണ്ടാണ് ഇമോഷണൽ സീൻസിലെ. അതല്ല ഭയങ്കര സിൻസിയർ ആണ് കേട്ടോ ഗബ്രിയൊക്കെ. ശരിക്കും ഇത്രയ്ക്കൊക്കെ അത് ഇതിൽ കാണിക്കാൻ വേണ്ടിട്ടാണ്. കാരണം എന്താ വെച്ചാൽ പുറത്തിറങ്ങിയിട്ട് എല്ലാ കഥയും അറിയാം, എല്ലാം മനസ്സിലായി, ഒരാളെ കുറിച്ച് വ്യക്തമായി അവരുടെ ഫാമിലി പിന്നെ ജാസ്മിന്റെ ഏറ്റവും കൂടുതൽ ഈ ഇവന്റെ കാര്യത്തിന് എതിർത്ത് നിന്നിരുന്ന ആള് മറ്റാളല്ല തന്തപ്പെടില്ലേ, മൂപ്പരെ കൂടെ ഇരുന്ന് ചായ ഭക്ഷണം കഴിച്ച് പരിപാടി കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം, അവനെ സംസാരിച്ച് ക്ലിയർ ആയിണ്ടാവും. ഇത് വിചാരിച്ചിട്ട് പിന്നെ പോവാൻ നേരത്ത് എല്ലാരും കെട്ടിപ്പിടുത്തം നമ്മളെ അർജുനും ശ്രീത്തും കൈ ഇങ്ങനെ പിടിച്ച് മുറുക്ക പിടിക്കുന്നത് ക്യാമറയിൽ കാണിച്ചു. എങ്ങനെയോ പിടി കിട്ടിയതാണ് ജാസ്മിൻ അർജുന് അല്ല ശ്രീതു വന്നിട്ട് പിന്നെയും പോവാൻ നേരത്ത് അർജുൻ പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ അപ്പോഴും ശ്രദ്ധിച്ചത് എന്താ അറിയോ, ഒരാളവിടെ പിടിവിടാതെ ഇരിക്കുന്നത്. ജാസ്മിൻ വിടുന്നില്ല, പോണ്ട എന്തൊക്കെയാ കാണിക്കുന്നത്. എനിക്ക് മെച്യൂരിറ്റി ഇല്ല, അതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇത്രയൊക്കെ ഇതില് പ്രായമുള്ള കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്, ഇത് നല്ല മെച്യൂരിറ്റി. എനിക്കത് കേട്ടപ്പോ എന്താ ഓർമ്മ എന്നറിയും, എന്നെ കൂടെ കൊണ്ടുപോവാ ചേട്ടായി, എന്നെ കൂടെ കൊണ്ടുപോകാറിട്ട് മറ്റേ സിനിമ
മറ്റേതില്ലേ വെള്ളിമൂങ്ങല് പറയില്ലേ എന്നെ കൂടെ കൊണ്ടുപോകാ ചേട്ടാ ഉന്തിയിട്ടിട്ട് അന്ന് പിന്നെ ഗബ്രി മോട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അതുകൂടി പറയാം. ഗബ്രി ജാസ്മിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് പറയുന്നത് എത്രയോ 23 വയസ്സായുള്ള കുട്ടികൾ നിന്നെ കണ്ട് പഠിക്കണില്ല എന്ന് നിന്നെ കണ്ടിട്ട് അവരെ പോലെ 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ വോയിസ് ആണ് നീ. അതെ, ഒരുപാട് പെൺകുട്ടികൾ നിന്നെ പോലെ ആവണം എന്ന് ആഗ്രഹിക്കല്ലേ. എന്തൊക്കെയാലും മറ്റുള്ള ആ കുട്ടികൾക്കൊക്കെ ഒരു എന്റെ വീട്ടിലുണ്ട്, അവളെ വീട്ടിലുണ്ട് 23 വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അയ്യോ അവരൊന്നും അതുപോലെ അവരെന്നെ പറയണ്ട അതുപോലെ ആവണ്ടെന്ന് നമ്മൾ പറയേണ്ട കാര്യമേ. ഇവര് സെന്റ് ട്രീസാസിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ്. സെന്റ് ട്രീസാസിൽ പഠിക്കുന്ന റസ്മിനെയും പരിപാടിയും ചേച്ചിയുടെ മോള് അവൾക്ക് അത്ര ആയിട്ടില്ല, പക്ഷെ 10-20 വയസ്സ് പഠിച്ചു പോയാണോ ട്രീസാസിൽ പഠിച്ചു പോയ വേറെ അനിയത്തി കുട്ടി ഉണ്ട്, മോളുണ്ട്. അവൾക്ക് 23 വയസ്സ്. രണ്ടാളും പറയണം ഒരു കാരണവശാലും അത് അവരെ സ്വയം പറയാം, നമ്മൾ അവരൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ഗബ്രി ഒന്നും കൂടി അത് ചിന്തിച്ച് തെറ്റാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ. നമ്മള് വീട്ടിലുള്ള ഒരുവിധം പറയാം അങ്ങനെ ആവരുത് എന്നേ പറയുള്ളൂ. ഇത് ഞാൻ എഴുതി വെച്ചോ കഴിഞ്ഞു, ഞാൻ എൻ്റെ വല്ലതും വായിക്കാൻ പറ്റുന്നുണ്ടോ? ഉറപ്പല്ലേ? എന്നാൽ ഞാൻ അവസാനം എഴുതിച്ച് പറയട്ടെ. എൻ്റെ നമ്മുടെ മറ്റേ സാധനം തുരുപ്പിച്ചിട്ട് ഇറങ്ങാനെന്നറിയോ, ഈ ലാസ്റ്റ് പടം ഉണ്ടായിട്ടുള്ള സംഭവം കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ഷോനെ കുറിച്ചൊരു കാര്യം പറയുന്നത്, ഇമോഷൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ ഇമോഷൻസ് വിറ്റ് കാശാക്കുന്ന ഇപ്പം ഞങ്ങളെ പറയുന്നുണ്ടല്ലോ അതിനേക്കാളും 10 മടങ്ങ് പറയേണ്ട കാര്യമാണ്. അതായത് ബിഗ് ബോസ് ഷോ കണ്ടിട്ട് അതിലുള്ള ആൾക്കാരുടെ കട്ട ഫാൻസായിട്ടാണല്ലോ നമ്മളെ വിമർശിക്കാൻ വരുന്ന ആൾക്കാരും. ആ വിമർശിക്കാൻ വരുന്ന ആൾക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ, ഇതിൻ്റെ എതുക്കും മേലെയുള്ളൊരു സാധനമാണ് ഈ ബിഗ് ബോസ്. കാരണം പച്ചയ്ക്ക് ഹ്യൂമൻ ഇമോഷൻസ് വിറ്റുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ അവിടെ ഓരോരുത്തരും വിഷമിക്കുന്ന ചെറിയ ചെറിയ സീനുകൾ വരെ ഒപ്പിയെടുത്ത് കാരണം അവർ ആ രാത്രി എല്ലാവരും പോയി കഴിഞ്ഞാൽ വീട്ടിനുള്ളിൽ കൂടെ നടക്കും, അവർ പേടിയാവണു, അവർക്ക് ടെൻഷനാവുന്നു, ആരും ഇല്ല എന്നൊക്കെ തോന്നുമ്പോൾ അത് ഹ്യൂമൻ ഇമോഷൻസ് ആണ്. എനിക്ക് ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ് കേട്ടോ. ആ ഒരു ഹ്യൂമൻ ഇമോഷൻസ് കംപ്ലീറ്റ് ഈച്ച് ആൻഡ് എവറി ക്യാമറ മെല്ലെ ഇരുന്ന് ഒപ്പിയെടുത്ത് പിഴിഞ്ഞ് വിറ്റ് TRP കൂട്ടി നമുക്കും കുറച്ച് തന്ന് ഉണ്ടാക്കുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ്. ടോക്സിക് ഷോ ആണ്, ഫാൻ ഫൈറ്റ് ഷോ ആണ്, ഹെയ്റ്റ് ഉണ്ടാക്കുന്ന ഷോ ആണ്. അതുപോലെ തന്നെ ഇത് റിവ്യൂ ചെയ്യുന്ന നമ്മുടെ ഈ സിറ്റുവേഷൻ അതാണ്. നമുക്കും ഹെയ്റ്റ് ഉണ്ടാവും, നിനക്കും ഉണ്ടാവും, എനിക്കൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, അത് ഈ ഷോ കഴിയുന്നതോടുകൂടി കഴിയും, അതാണ് അതിൻ്റെ ഒരു സ്വഭാവം. പക്ഷേ നമ്മൾ ഉള്ളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഒരു പടയൊരുക്കം ഇത് ഷോ കഴിഞ്ഞ് എന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വ്യക്തികൾ തമ്മിൽ ഉണ്ടാവുന്നു എന്നൊരു സംഗതി വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ ഞാനൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ആ വീഡിയോയിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ ഇൻസൈഡ് ഔട്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഇത് കഴിഞ്ഞിട്ട് വരും കേട്ടോ. അല്ലേ വിധു? പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഉണ്ടായത്. പിന്നെ ഒരു കാര്യമുണ്ട്, സൺഡേ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ പെരുന്നാളായതുകൊണ്ട് അല്ലേ ഒരു ഹോളിഡേയും കാര്യങ്ങളും കിട്ടി. അപ്പോൾ അതൊക്കെയാണ് സ്ഥിതി അവസ്ഥ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. പിന്നെ ആരെങ്കിലും ദയവീത് വീണ്ടും ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു, സബ്സ്ക്രൈബേഴ്സ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു മടിയും വിചാരിക്കേണ്ട, ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും പറയുന്നു, വെറുതെ ലൈക്ക് ചെയ്യാന്ന് പറയുന്നില്ല, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഞങ്ങളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഞങ്ങൾ സംസാരം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ചെയ്യുന്ന കോണ്ടന്റും ടോപ്പിക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോസിന് കമൻറ്റ് എനിക്ക് മറിച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അത്രയും കമൻസ് കഴിഞ്ഞിട്ടാണ് എനിക്ക് വന്നത്. 300 കുറച്ച് ഒരു 300-400 കമൻസ് ആവുന്ന സമയത്ത് നമ്മളിത് കാണണം. അപ്പോൾ സോറി, എക്സ്ട്രീംലി സോറി. വീണ്ടും പറയുന്നു, ഉടനെ ഒരു ലൈവ് ഉണ്ടായിരിക്കുന്നതാണ്. പറഞ്ഞ് പിന്നെ ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിലിടാം അല്ലേ വിധം, കമ്മ്യൂണിറ്റിയിലിടാം കേട്ടോ. ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഒരു ഡേ, ഒരു അത്യാവശ്യം ചെറിയൊരു ഡേ അല്ലേ. എന്തേ പറ്റിയില്ലേ? ആ ഡേ പറ്റില്ലേ? എന്തായാലും എന്തെങ്കിലും ഉണ്ടോ പ്രശ്നമുള്ളത്? പിന്നെ അപ്പോൾ അതന്നെയാണ് സ്ഥിതി. പിന്നെ ഇവളൊന്നും കൂടി വെളുത്തിരിക്കണ്ടല്ലോ ക്യാമറയിൽ. അതെന്താ വിധുവോ, ഇവളൊന്നും കൂടി കാണുന്നുണ്ട്. എൻ്റെ കൂടെ ഇരുന്നോണ്ടാണല്ലേ. ഇന്ന മാർക്കിംഗ് വേണോ ഞാൻ ചോദിച്ചാൽ, ആക്രിക്കാർ ചോദിച്ചാൽ എന്ത് കഷ്ടല്ലേ. ആ കമൻറ്റ് ഇനി കണ്ടിട്ടില്ല കേട്ടോ. ആ കമൻറ്റ് ഒന്ന് എടുത്തുന്ന വിധു. ലാസ്റ്റ് ആരെങ്കിലും ഇങ്ങനെയൊക്കെ കമന്റ് എഴുതുന്ന ആൾക്കാർ അറിയാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എനിക്ക് ചേട്ടൻ എന്ത് പറയുന്ന കാര്യവും എനിക്ക് ഇഷ്ടമാണ്. ചേട്ടൻ ചേച്ചിയെ ഒഴിവാക്ക് പോടുത്. റെഡിയാ? ചേട്ടൻ റെഡിയാണെങ്കിൽ പറയൂ, എനിക്ക് വീട്ടിൽ പറയണം. ഈ കസേര വീട്ടിൽ പറയൂ, എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്ത് പറയൂ? വീട്ടിൽ പോയിട്ട് വീട് എവിടെയാണാവോ? എന്താണെങ്കിലും ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരുമ്പോഴാണ് ചേച്ചിട്ടോ. നല്ലത് വേറെ ഒന്നും കൊണ്ടുവരുന്നില്ല. ഇതുപോലുള്ള കമന്റ്സ് ഒക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നാലേ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ.
ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. നാളെ കാണാം കേട്ടോ. അല്ല നാളെ അല്ല, അടുത്ത വീഡിയോ കാണാം.